BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മദ്യനയത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ പരസ്പരം പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഉയർത്തുകയാണ്. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിലെ ഫയൽ നീക്കം തുടങ്ങിയത് ഇടതുപക്ഷ സർക്കാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണെന്നും ബില്ല് പാസാക്കിയ ശേഷം UDF-ൽ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമെന്നും ബാലഗോപാൽ ചോദ്യമുയർത്തി. കൂടാതെ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. UDF-ൽ ചർച്ച ചെയ്ത് മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കൂ എന്ന് എക്സൈസ് മന്ത്രിയും പറയുന്നു. എന്നാൽ ബില്ല് പാസാക്കിയ ശേഷം ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ബില്ല് പാസാക്കിയാൽ പിന്നെ എറിഞ്ഞ കല്ല് പോലെയാണ്. കൂൾ ഡ്രിങ്ക്സ് പോലെ സോഷ്യൽ ഡ്രിങ്ക്സിലേക്ക് അത് പോകും. ഇത് അപകടകരമാണ് എന്നെല്ലാമാണ് ബാലഗോപാൽ വിമർശിക്കുന്നത്. കൂടാതെ അപകടകരമാണെന്ന് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ പറഞ്ഞതെന്നും എന്നിട്ട് എന്തായി ഇപ്പോൾ വാദി പ്രതിയായ അവസ്ഥയാണ്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും എന്നാണ് അവരുടെ അവസ്ഥ. കുട്ടനാട് MLA-യും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംസാരം എല്ലാവരും കണ്ടതാണ്. ഈ സർക്കാർ ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ബാലഗോപാൽ പരിഹസിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാറ്റഗറിയിൽ നിശ്ചയിക്കുന്നതിനുള്ള ചട്ട ഭേദഗതിക്ക് അംഗീകാരം നൽകിയതിന്റെ ഫയൽ നീക്കം സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിരുന്നത്. 2023 ജൂൺ 1-നാണ് ഭേദഗതിക്ക് അന്നത്തെ എക്സൈസ് മന്ത്രി അംഗീകാരം നൽകിയതെന്നും 2021 സെപ്റ്റംബർ 17-നാണ് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനെ ബെക്കാഡി കമ്പനി കത്ത് നൽകുന്നത്. തൊട്ടു പിന്നാലെ വിദേശ മദ്യചട്ട ഭേദഗതി ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചെന്നായിരുന്നു പുറത്തു വന്ന രേഖകൾ. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിലും നികുതി നിശ്ചയിക്കുന്നതിലും LDF സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. ബെക്കാഡി കമ്പനിയുമായി UDF സർക്കാർ നടത്തിയ ഡീൽ മറക്കാൻ LDF-നെതിരെ കള്ളപ്രചാരണം നടത്തുന്നുവെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. അതിനിടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിദേശ മദ്യ നയത്തിൽ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ട് ഫയൽ നീക്കത്തിന്റെ രേഖകളും പുറത്തുവന്നു. 2022-23 മദ്യനയത്തിന് പിന്നാലെയാണ് വിദേശ മദ്യനയത്തിൽ ഭേദഗതി വരുത്തി എക്സൈസ് കമ്മീഷൻ കരട് വിജ്ഞാപനം ഇറക്കിയത്. തുടർന്ന് നിയമവകുപ്പിന്റെ ഭേദഗതികളോടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 2023 ജൂൺ 1-നാണ് എക്സൈസ് മന്ത്രി MV രാജേഷ് ബില്ലിന് അംഗീകാരം നൽകിയത് എന്നെല്ലാമായിരുന്നു വിവരങ്ങൾ. ഇന്നത്തെ ചില പ്രമുഖ പത്രങ്ങളിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പറ്റിയുള്ള ചില ഫയലുകൾ നീങ്ങിയതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അല്ലെങ്കിൽ അത് മുഴുവൻ എന്തോ ഇടതുപക്ഷം തുടങ്ങി വെച്ചതാണെന്നുള്ള തരത്തിലേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നതാണ്. വാസ്തവത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഈ പറയുന്ന ബെക്കാഡി എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടില്ല. ഇന്ന കമ്പനി എന്നുള്ളതല്ല, അത് പുതിയൊരു മേഖലയിലേക്ക് മദ്യം വരുന്നു എന്നുള്ളത് വേറൊരു കാറ്റഗറി ആളുകൾ ലൈറ്റായിട്ടുള്ള മദ്യമാണെന്ന് കരുതാത്ത തരത്തിൽ ഇത് കുടിക്കുന്ന ഒരു സംഭവമായി വരും എന്നുള്ളത് കൊണ്ട് അതിന് ടാക്സ് ഫിക്സ് ചെയ്ത് വിൽക്കാനായി അനുവദിക്കാതിരുന്നതാണ്. അപ്പം അത് സംബന്ധിച്ച് വലിയ തോതിൽ മദ്യത്തിന്റെ വ്യാപനം വരും. ടാക്സ് സംബന്ധിച്ച് വരുമാനം സംബന്ധിച്ച് വരുന്ന കമ്പനികൾക്ക് വലിയ ബെനിഫിറ്റ് വരും. ഇത്തരം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് കൊടുക്കാതിരുന്നത്. അപ്പൊ നേരത്തെ കുറെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്തൊക്കെയാണ് വീര്യം കുറഞ്ഞ മദ്യം തുടങ്ങിയത് കാറ്റഗറൈസ് ചെയ്ത് അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിലുണ്ട്. റെക്കോർഡിൽ ഓരോന്നിനെ സംബന്ധിച്ചും അഭിപ്രായങ്ങളുണ്ടാവും. ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷൻ ക്ലോസിനകത്ത് ഡെഫിനിഷൻ വരികയും കാര്യങ്ങൾ ഇന്നതാണ് വീര്യം കുറഞ്ഞത്, ഇന്നതാണ് വീര്യം കൂടിയത് എന്നൊരു, അല്ലെങ്കിൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ഇന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ടാക്സ് നിശ്ചയിച്ചാൽ മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റൂ. അങ്ങനെ കച്ചവടം ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് നിശ്ചയിക്കാത്തതുകൊണ്ട് തന്നെ കമ്പോളത്തിലേക്ക് വരാതിരുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം. ഞങ്ങള് വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഒരു വിഭാഗത്തിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വൈൻ, അത് ഹോർട്ടി വൈൻ എന്ന പേരിൽ തന്നെ പ്രത്യേക ഫണ്ട് കൊടുത്തിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അങ്ങനെ മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ കാര്യങ്ങൾ, തെറ്റായ പ്രസ്താവനകൾ, വസ്തുതയല്ലാത്ത കാര്യങ്ങൾ
തന്റെ ആർഗ്യുമെന്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു ശീലമാണ്. അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ട് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിയമം നിർമ്മിക്കാനായിട്ട് ബില്ലുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഉൾപ്പെടുത്തും. എന്നിട്ട് UDFന്റെ നേതാക്കന്മാർ പലരും പറയുന്നത്, കോൺഗ്രസിന്റെ മന്ത്രിമാർ തന്നെ അല്ലെങ്കിൽ UDFന്റെ മന്ത്രിമാർ തന്നെ പറയുന്നത്, ഇത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കുള്ളൂ, ഞങ്ങൾ നയമെടുത്തിട്ടേ നടപ്പിലാക്കുള്ളൂ എന്ന് എക്സൈസ് മന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, അസംബ്ലിയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ, ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് ഗവർണറുടെ അസന്റിന് പോകും, അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും. പിന്നെ അതിനകത്ത് വലിയ സാങ്കേതിക കാര്യമൊന്നുമില്ല ഇത് നടപ്പിലാക്കുന്നതിന്, വിൽക്കുന്നതിന്. അപ്പൊ അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചർച്ചയ്ക്ക് പ്രസക്തി? ആ ചർച്ച UDFനകത്ത് നടക്കുന്നതിനെ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ചർച്ച നടക്കുന്നതിനെ പറ്റിയുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം. ഇപ്പോ നേരത്തെ തന്നെ LDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്, പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. വിൽക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നേരത്തെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നല്ലോ. അവർ തന്നെ പറയുന്നു 3 വർഷം 4 വർഷമായിട്ട് ഇത് LDFന്റെ ഗവൺമെന്റിന്റെ അടുത്ത് ഫയൽ വന്നു, മാർക്കറ്റിൽ വന്നില്ല. മാർക്കറ്റിൽ വരാതിരുന്നത് മാർക്കറ്റിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വരണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് ഇതിന് നികുതി നിശ്ചയിക്കാതിരുന്നത്. അപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. പ്രമുഖമായ 2 പത്രങ്ങൾ ഇന്ന് ഈ വാദം ശക്തിപ്പെടുത്തി ഈ മദ്യം വന്നോട്ടെ എന്ന, അല്ലെങ്കിൽ മദ്യം ഇവർ വന്നുകൊണ്ടതിനകത്ത് കുഴപ്പമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.